അവൾ വരുന്നതിന് മുമ്പ് രണ്ടെണ്ണം വിടാം. Wow, Sophie. Hello, darling. Mr. Nambiar. Yes, who is this? I am Chandran. Kidnapper Chandran. Who? Kidnapper Chandran. Killer Chandran. എന്താ വേണ്ടത് പറയടാ. Cool, Mr. Nambiar. ഞാൻ കൂളടാ. ആട്ടെ, തനിക്ക് എന്റെ ഭാര്യയുടെ ഫോൺ എവിടെ നിന്ന് കിട്ടിയതാ? ഫോൺ മാത്രമല്ല, തന്റെ ഭാര്യയും എന്റെ കസ്റ്റഡിയിലാണ്. വാട്ട്? അതെ, ശ്രദ്ധിച്ചു കേട്ടോളാം. ബഹളം വെക്കുകയോ എടുത്തു ചാടുകയോ അരുത്. Are you trying to blackmail me? കാര്യം പറയണോ? തന്റെ ഭാര്യയെ ജീവനോടുകൂടി വേണമെങ്കിൽ 2 കോടി രൂപ തരണം. ഹലോ ഹലോ 2 കോടിയോ? യെസ്, 2 crores. എങ്ങനെ, എവിടെ വെച്ചെന്നെല്ലാം പിന്നാലെ അറിയിക്കാം. ഈ വിവരം നിങ്ങൾ പോലീസിൽ അറിയിച്ചാൽ ഭാര്യയുടെ ഡെഡ് ബോഡി ആയിരിക്കും നിങ്ങൾക്ക് കാണേണ്ടി വരിക. അയ്യോ സോഫി, എന്റെ സോഫി ഒന്നും ചെയ്യരുത്. നാളെ കാലത്ത് ഞാൻ ലാൻഡ് ലൈനിൽ വീണ്ടും വിളിക്കും. ഹലോ ഹലോ, ത്രില്ലർ, ഫില്ലർ, സൂര്യൻ, ചന്ദ്രൻ, ചന്ദ്രൻ, സോഫി, എന്റെ സോഫി, ഈ വിശപ്പ് സഹിച്ചിനി അവിടെ എന്ത് ചെയ്യോടാ? സോഫി, എന്റെ സോഫി. പാവാടപ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ താമര മൊട്ടായിരുന്നു, നീ താമര മൊട്ടായിരുന്നു, വിശക്കുന്ന താമര മൊട്ടായിരുന്നു, കണ്ണൊണ്ണു തെറ്റിയാൽ എന്നെ വിഴുങ്ങും താമര മൊട്ടായിരുന്നു. Oh God, what a great news! Sophie is kidnapped. Let me celebrate. Sophie, boy, Sophie, boy, Sophie, boy. Tarararam, taram, tram pam 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 tram. Sophie, boy, Sophie, boy, Sophie. Da 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 dang dang, da dang dang. Sophie, my Sophie, where are you? Tararararam. Var, visakunne Sophie. Good man, without Sophie. നമസ്കാരം പോലീസ് സ്റ്റേഷൻ. ഹലോ ഹലോ, അയ്യോ. നമസ്കാരം പോലീസ് സ്റ്റേഷൻ. എന്റെ വൈഫിനെ കിഡ്നാപ്പ് ചെയ്തു. വാട്ട്? കിഡ്നാപ്പ് ചെയ്തു? യെസ്, ചന്ദ്രൻ. ചന്ദ്രനോ? കിഡ്നാപ്പർ ചന്ദ്രൻ. അതെ സാർ, 10 കോടി കൊടുത്തില്ലെങ്കിൽ കൊന്നു കളയുമെന്ന് പറഞ്ഞു. 10 കോടിയോ? സാർ, സാർ, എനിക്ക് പണമൊന്നും പ്രശ്നമല്ല, പക്ഷേ എന്റെ സോഫി. നിങ്ങൾ ഇങ്ങനെ ഇമോഷണൽ ആവാതെ മിസ്റ്റർ നമ്പ്യാർ, ഞാൻ ഉടനെ വേണ്ടത് ചെയ്യാം. ഞാൻ എങ്ങനെ ഇമോഷണൽ ആവാതിരിക്കും? അവളൊരു കൊച്ചു കുട്ടിയെ പോലാണോ? അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ? ഒന്നും സംഭവിക്കില്ല. അവര് മൊബൈലിലാണോ വിളിച്ചത്? അതെ. ഏത് നമ്പറിൽ വിളിച്ചത്? ചന്ദ്രൻ അവൻ എന്റെ ഭാര്യയുടെ ഫോണിൽ നിന്നാണ് വിളിച്ചത്. എന്നാ ഭാര്യയുടെ നമ്പർ പറയൂ. 589 ഓക്കെ 30 ഓക്കെ 706. 706. അതെ. പിന്നെ ഇനി ഫോൺ വന്നാ പെട്ടെന്ന് കട്ട് ചെയ്യരുത്. ശരി. ഒബ്സർവേഷൻ ചെയ്യാനുള്ള ഏർപ്പാട് ഞാൻ ഇപ്പൊ തന്നെ ചെയ്യാം. ഓക്കെ സർ. പ്ലീസ്, നിങ്ങൾ കരയാതിരിക്കൂ.
ഞാൻ എല്ലാ സ്റ്റേഷനിലേക്കും ഇപ്പൊ തന്നെ അലേർട്ട് കൊടുക്കാം. സമാധാനമായിട്ടിരിക്കും മിസ്റ്റർ നമ്പ്യാർ. ഓക്കെ, ചന്ദ്രം പണി തുടങ്ങി. മുല്ലപ്പെരിയാർ വിഷയത്തിൽ സൂർക്കിയും റൂർക്കിയും തമ്മിൽ കൂട്ടിക്കൊടുക്കരുതെന്ന് പരിസ്ഥിതി പ്രവർത്തകർ ആവശ്യപ്പെട്ടു. പ്രശസ്ത വ്യാപാരി നമ്പ്യാരുടെ ഭാര്യ സോഫിയയെ അജ്ഞാത സംഘം തട്ടിക്കൊണ്ടുപോയി. 10 കോടി മോചനം ഇത്ര പെട്ടെന്ന് ഇത് വാർത്തയായോ? ഇത് പുലുവാലാകുമെന്നാ തോന്നുന്നത്. സംശയിക്കുന്നതായി പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു. ഇതിനു മുമ്പും കിഡ്നാപ്പർ ചന്ദ്രൻ ഇത്തരം തട്ടിക്കൊണ്ടുപോകൽ നടത്തിയിട്ടുണ്ട്. പോലീസിന്റെ നിഷ്ക്രിയത്വത്തിൽ പ്രതിഷേധിച്ച് വനിതാ സംഘടനകൾ അതെ, ആശാനെ, നീ ചാനലുകാരെ കാണാൻ വേണ്ടി വന്നാൽ ഇല്ലേ, എന്താ കാര്യം? മഹിളാ മോചന വാർത്ത സംഘം വന്നു. അറിയിച്ചു. ഇനി നമ്പ്യാരിലേക്ക്. 10 കോടി രൂപയാണ് അവൻ ചോദിച്ചത്. എനിക്ക് പണം ഒന്നും പ്രശ്നമില്ല. എനിക്ക് സോഫി കിട്ടിയാൽ മതി. ചാരിറ്റബിൾക്ക് വേണ്ടി എത്രയോ കൊടുത്തു. ഭാര്യയ്ക്ക് വേണ്ടി ഒരു 10 കോടി രൂപ, 20 കോടി കൊടുക്കും. എന്റെ വീട് കൊടുക്കും, എന്റെ എസ്റ്റേറ്റ് കൊടുക്കും, എന്റെ കാർ കൊടുക്കും. എനിക്ക് എന്റെ സോഫി പ്രധാനമാണ്. എടാ, നീ ആള് കൊള്ളാമല്ലോ. 10 കോടിയാണല്ലേ ചോദിച്ചത്? ആശാനെ, ഞാൻ 2 കോടിയാ ചോദിച്ചത്. അയാള് നുണ പറയാ. പുറത്തറിയിക്കരുതെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞതാ. എന്നിട്ടും ഇത് കൈവിട്ട കളിയാണ് കേട്ടാ. അപ്പോ ചോദിച്ച തുക കൊടുക്കാനാണോ തീരുമാനം? അപ്പോഴേ പറഞ്ഞതല്ലേ, എന്റെ സ്വത്ത് പോയാലും കുഴപ്പമില്ല. എനിക്ക് എന്റെ സോഫി വേണം. എന്റെ സോഫി, ഐ ലവ് ഹർ സോ മച്ച്. അയാള് പഠിച്ച കള്ളം തന്നെയാ. ആശാനെ, നമ്മൾ സൂക്ഷിക്കണം. ഇനി ഈ വാർത്ത കണ്ട യഥാർത്ഥ കിഡ്നാപ്പർ ചന്ദ്രൻ പുറത്തു വരുന്ന എന്റെ പേടി. അയാളെ തടയാന്ന് വെച്ചാൽ തന്നെ ഏത് മാളത്തിലാണെന്ന് ആർക്കറിയാം. കിഡ്നാപ്പർ ചന്ദ്രൻ തട്ടിക്കൊണ്ടുപോയതായി സ്ഥിരീകരിച്ചു. 10 കോടി മോചനദ്രവ്യം ആവശ്യപ്പെട്ടതായി ഭർത്താവ് അറിയിച്ചു. പോലീസ് ഊർജിതമായ അന്വേഷണം ആരംഭിച്ചു. ഈ വർഷത്തെ ഐഡിയൽ കപ്പിളായി തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഈ ദമ്പതികൾ. കോടീശ്വരന്മാരുടെ ബന്ധുക്കളെ തട്ടിക്കൊണ്ടുപോയി വിലപേശുന്ന ഇയാൾ കൊടും കുറ്റവാളികളുടെ പട്ടികയിൽപ്പെട്ടയാളാണ്. കിഡ്നാപ്പ് ചെയ്യപ്പെട്ടവരിൽ 12 പേരെ പണം ലഭിച്ചതിന് ശേഷവും ഇയാൾ കൊലപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ കൂടുതലും സ്ത്രീകളാണ്. മധുരയിൽ നിന്നും തെരുവ് ഗുണ്ടയായി വളർന്ന കിഡ്നാപ്പർ ചന്ദ്രന്റെ ജീവിതകഥ ചലച്ചിത്രമാക്കാൻ ഒരു സൂപ്പർ താരം ചന്ദ്രനിൽ നിന്നും ഈയിടെ കരാർ വാങ്ങിയിരുന്നു. ചന്ദ്രന്റെ ജയിൽ ചാട്ടവും തന്റെ സിനിമയും തമ്മിൽ ബന്ധമില്ലെന്ന് പ്രമുഖ താരം പത്രസമ്മേളനത്തിൽ അറിയിച്ചു. ജയിൽ ചാട്ടത്തിന് ചില ഉദ്യോഗസ്ഥർ കൂട്ടുനിന്നതായി ആരോപണം ഉയർന്നിട്ടുണ്ട്. ഇന്നു വൈകുന്നേരത്തോടെയാണ് വിവരം പുറം ലോകം അറിയുന്നത്. ചന്ദ്രന്റെ ജയിൽ ചാട്ടത്തെ ആസ്പദമാക്കിയുള്ള പ്രത്യേക ചർച്ച ഇന്ന് രാത്രി 10 മണിക്ക്. ഈ ചർച്ചയിൽ മുൻകാല തസ്കരന്മാർ പങ്കെടുക്കുന്നു. വലിച്ചു കയറ്റി കളയോ? കുറച്ച് മാറി നിന്നോടാ. ഞാൻ പേടിച്ചു പോയി. ഏതായി കരടി? എന്റെ ബോസാ. തമാശക്കാരിയാണല്ലേ? എനിക്ക് തമാശ ഇഷ്ടമാണ്. ലെറ്റ് ഇറ്റ് ബി ദേർ. എന്റെ സൂട്ടുനെ വിളിച്ചോ? സൂട്ടോ? യെസ്, മൈ ഹസ്ബൻഡ്. വിളിച്ചോ? പണം കിട്ടിയോ? ഞാൻ പൊക്കോട്ടെ? വിളിച്ച് പണം കിട്ടിയില്ല. പോകണ്ട. വാട്ട്? ഒരു വാട്ടുമില്ല. എടി പിന്നെ സത്യം പറ, നീ നിന്റെ കെട്ടി നട്ടെന്തെങ്കിലും പ്രശ്നമുണ്ടോ? വാട്ട് ഡു യു മീൻ? വാട്ടമീൻ അല്ല, ഉണക്കമീൻ. ഒരു കുത്തിയെ പറ്റുന്നുണ്ടോ? മിസ്റ്റർ ചന്ദ്രൻ, who is this cultureless man? I hate him. ഞാൻ അയാളോട് പ്രത്യേകം പറഞ്ഞിരുന്നു പോലീസിൽ അറിയിക്കരുതെന്ന്. പക്ഷെ അയാളെ ഞങ്ങൾ വഞ്ചിച്ചു. What happened? അയാളെ മീഡിയയിൽ അറിയിച്ചു. ഓ, എന്റെ ഹസ്ബൻഡ് അങ്ങനെയാണ്. മീഡിയയിൽ വരാൻ നല്ല ഇഷ്ടമാണ്. എന്താ പറഞ്ഞത്? പണം എനിക്കൊരു പ്രശ്നമല്ല, ഭാര്യയാണ് പ്രശ്നമെന്ന്. ഞാൻ 2 കോടി ചോദിച്ചപ്പോ അയാൾ അത് 10 കോടിയാക്കി. ഞാൻ പറഞ്ഞില്ലേ, എന്റെ ഹസ്ബൻഡ് എന്ത് ചോദിച്ചാലും തരും. പിന്നെ എന്റെ വില ഓൺലി 2 crores ആണോ? When you tell the media, കൂട്ടി പറയണമല്ലേ? അങ്ങനെ വല്ലതും ആണോടാ? അങ്ങനെ ആയിരുന്നാ നല്ലത്. ചന്ദ്ര, ഇവിടെ AC റൂം ഉണ്ടോ? ഉണ്ട്. അവിടെ ഒരു സിനിമ നടി താമസിക്കുക. ആണോ? ഏത് നടിയാ? ചവിട്ടി കീറി പൊട്ട കളിക്കാൻ. ആ